കുന്ന് പഞ്ചായത്തിലെ ചരൽത്തോട്ടിലേക്ക് നാട്ടുകാർക്കുൾപ്പെടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം തൊട്ട് കുളിച്ചുകൊണ്ടിരുന്ന ഒരു തോടാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും മഴയില്ലാത്തപ്പോഴും കലങ്ങി വരുന്ന ഒരു തോടെന്ന് പറഞ്ഞാൽ അത് ചരൽത്തോടായിരിക്കും. ഇവിടെ ഈ ജലസ്രോതസ് ഇങ്ങനെ നശിച്ച കാരണം മത്സ്യങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് ചത്തുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിരുന്നു. ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ട് കുളിച്ചു അലക്കും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കാല് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് ചൊറി അതേ സ്ഥിതിയിലേക്കാണ്. നമ്മളൊരു വ്യവസായ സ്ഥാപനം പൂട്ടണമെന്നും നമ്മൾ പറയില്ല. അവർ അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഇങ്ങോട്ട് വിടുവാണെങ്കിൽ വിട്ടോട്ടെ, അത് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് റോക്ക് ക്രഷറിൽ നിന്നാണ് എംസാൻഡിന്റെ സ്ലറി കഴുകി ഈ സ്ലറി വെള്ളവും കൂടെ ഈ തോട്ടിലേക്ക് ഒഴുക്കുന്നത്. ഒരു മഴ പെയ്ത് നിന്നാൽ അപ്പം ഈ വെള്ളം പറ്റുകയാണ്. മുഴുവൻ ഉറവ കണ്ണുകളും അടഞ്ഞ് ഈ തോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെളി മണം കാരണം ഈ വെള്ളം ഉപയോഗിക്കാൻ ഒരു ആൾക്ക് സാധിക്കുന്നില്ല. പണ്ടൊക്കെ ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിലും വെള്ളം ഒഴുക്കുണ്ടായിരുന്ന തോടാണ്. ഇപ്പം ജനുവരി ആയി കഴിഞ്ഞാൽ വെള്ളം പറ്റും. ഇത് ഒരു മഴ തൂളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഴമ്പ് രൂപത്തിൽ അവർ ആ സ്ലറി മുഴുവൻ ഇതിനകത്തൂടെ കലക്കി വിടുക. ഒരു ആൾക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരോട് പല പ്രാവശ്യം ഇത് ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്യരുതെന്ന്. പക്ഷെ അവർ ഇത് നാട്ടുകാരെ മുഴുവൻ ദ്രോഹിക്കുന്ന സ്ഥിതിയിലേക്ക് അവർ ഈ വ്യവസായ സ്ഥാപനം നടത്തുന്നത്. ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയൊന്നും നോക്കുന്നില്ല, ജനകീയമായിട്ട് തന്നെ ഇതിനെ ഞങ്ങൾ നേരിട്ട് വരും. ഞങ്ങൾ ധർണ നടത്തും. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. അതിപ്പോൾ ആരാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളില്ല, മതസംഘടനകളിലൊന്നുമില്ല. ഇതെല്ലാം നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഈ തോട് നല്ല രീതിയിൽ പോകാന്നുള്ളത് നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ജനകീയ ധർണ നടത്താൻ വരെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ജനകീയ ധർണ തന്നെ നടത്തും. ക്രഷറിൽ നിന്ന് സ്ലറി ഒഴുക്കിവിടുന്നതോടെ കലങ്ങിമറിഞ്ഞ വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. ഈ വെള്ളം ദേഹത്ത് തട്ടിയാൽ അസുഖങ്ങൾ ഉണ്ടാവുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ സംഭവിച്ചാൽ വൻ പ്രതിഷേധമുയരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.